ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സാറാസ് വ്ലോഗ്സിന്റെ ഓണം സ്പെഷ്യൽ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും കയ്പില്ലാത്ത വടുകപ്പുളി നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ നാരങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇടത്തരം വടുകപ്പുളി നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ കളറിലുള്ള നോക്കി തന്നെ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു വെള്ളരിക്കയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു തുല്യ അളവിൽ നമുക്ക് വേണം ഈ രണ്ടും. അതുപോലെ തന്നെ നമ്മൾ ആ നാരങ്ങയുടെ തൊലി നന്നായിട്ട് കളഞ്ഞ് അതിനെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ നാരങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മുറിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാരങ്ങ എടുക്കുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരല്പം കൂടിയ അളവിൽ തന്നെ വെള്ളരിക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഇതിന്റെ ആ ഒരു ബാലൻസ് എന്ന് പറയുന്നത്. രണ്ടും ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കുക അല്ലെങ്കിൽ വെള്ളരിക്ക ഒരല്പം കൂടിയ അളവിൽ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ വെള്ളരിക്കയും സെയിം ചെറിയ ആ ഒരു അളവിൽ തന്നെ ഒരുപോലെ തന്നെ നമ്മൾ അതിനെയും ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒട്ടും കയ്പില്ലാത്തൊരു രീതിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാല പൗഡർ റെഡിയാക്കിയിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 5-6 പച്ചമുളകും അതുപോലെ കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കാരണം വെള്ളരിക്കയിൽ നിന്നും നാരങ്ങയിൽ നിന്നും നമുക്കതിലേക്ക് വെള്ളം ഇറങ്ങും. ഒരു 1/4 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് നമുക്കിതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരിയാണ്. 1 പിടി അളവിൽ നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ കണക്കിനാണെങ്കിൽ ഒരു 2 ടീസ്പൂണോളം അരി, നമ്മൾ ചോറൊക്കെ വെക്കുന്ന ആ ഒരു അരി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. സിം ചെയ്ത് വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വറുത്തെടുക്കുക. ഇപ്പം മുത്തശ്ശി രുചി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് നമ്മളുടെ അമ്മുമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നല്ല പഴക്കമുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു രുചിക്കും ആ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ഈ ഒരു ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ അച്ചാറിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സദ്യക്കും നല്ലതാണ്. അതുപോലെ തന്നെ ബിരിയാണി, നെയ്ച്ചോറ് എന്നൊക്കെ അതിൻ്റെ ഒപ്പവും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ്. അപ്പം നമ്മളുടെ അരി ഇതുപോലെ പൊരിഞ്ഞു വരുന്ന ഒരു പാകത്തിലെത്തണം. ആ ഒരു പരുവത്തിൽ വരെ നമുക്കിതിനെ വറുത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളതിനെ നന്നായിട്ട് വറുത്തെടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഈ പൗഡർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാർ നന്നായിട്ട് ഉണങ്ങിയിരിക്കണം. നമ്മൾ പൊടി എടുത്ത് വെക്കുന്ന ബൗളൊക്കെ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ ഈ പൗഡർ ഇതിലേക്ക് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ നാരങ്ങ റെഡിയാക്കി വെച്ചത് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഇത് നന്നായിട്ട് വെന്ത് വരണം. നിങ്ങളുടെ കുക്കറിൻ്റെ ഒരു വേവ് എങ്ങനെയാണ് ആ ഒരു പാകത്തിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ഒരു 4-5 വിസിലോളം നമ്മളിതിനെ വേവിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു അളവിൽ തന്നെ കൃത്യമായിട്ട് ചേർക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ട് ആ ചൂടോടെ തന്നെ ഈ പൊടികളൊക്കെ ചേർത്ത്, നമ്മൾ അടുപ്പിലല്ല വെച്ചിരിക്കുന്നത്, അല്ലാതെ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലാവശ്യത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാരങ്ങ കറിയുടെ ഒരു രീതിയിലാണ് ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നല്ലെണ്ണ എടുക്കാതെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. വീഡിയോ കാണുന്നവരൊക്കെ നല്ല വലിയ വലിയ കമൻറ്റ്സ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനായിട്ട് പിശുക്ക് കാണിക്കരുത്. വലിയ സന്തോഷമാണ് നിങ്ങളുടെ കമൻറ്റ്സ് കാണുന്നത്. അതുകൊണ്ട് കമൻറ്റ്സ് ചെയ്യുക. അതുപോലെ റെസിപ്പി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ ഒരു 3-4 തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ അച്ചാറിൽ നിന്നും കുറേശ്ശെ പോർഷനായിട്ട് എടുത്ത് നമുക്കിതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ എണ്ണ ചൂടായിരിക്കുന്നത് കൊണ്ട് ഒരുപോലെ എടുത്ത് അങ്ങ് ഒഴിക്കാതെ ഇതുപോലെ കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള അച്ചാർ ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. അതിനുശേഷം നമ്മളിനി സ്പെഷ്യലായിട്ട് മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ള കൂട്ട് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പൊടി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഈ സമയത്തൊക്കെ അച്ചാറിനും ഭയങ്കര മണമായിരിക്കും, എല്ലാവർക്കും കൊതി പിടിക്കുന്ന പോലെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അച്ചാർ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ പൊടിയൊക്കെ അതിൽ നന്നായിട്ട് അതിൻ്റെ മണമൊക്കെ പിടിക്കുന്നത് പോലെ നമുക്കൊന്ന് നല്ലതുപോലെ സിം ചെയ്ത് വെച്ച് വേവിച്ച് ഇതുപോലെ എണ്ണ നന്നായിട്ട് തെളിയുമ്പോൾ നമുക്കതിനെ മാറ്റി അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.